ഹായ് ഫ്രണ്ട്സ്, കോമ്പറ്റേറ്റീവ് ക്രാക്കറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഏറ്റവും പുതിയ കോപ്പറേറ്റീവ് സൊസൈറ്റി നോട്ടിഫിക്കേഷനുമായിട്ടാണ്. അപ്പെക്സ് സൊസൈറ്റിയിലെ ജൂനിയർ ക്ലർക്ക് എന്ന് പറയുന്ന നോട്ടിഫിക്കേഷൻ കേരള PSCയുടെ നോട്ടിഫിക്കേഷൻ ആണ്. ഒരുപാട് കുട്ടികൾക്ക് ഈ നോട്ടിഫിക്കേഷനിൽ കുറേ സംശയങ്ങളുണ്ട്. എല്ലാവർക്കും അങ്ങനെ ഒരു സംശയം ഉണ്ടായേക്കാം. അങ്ങനെ നോക്കുമ്പോൾ നമ്മുടെ കയ്യിൽ രണ്ട് സാധ്യതകളാണ് ഉള്ളത്. ഒന്നാമത്തെ സാധ്യത എന്ന് പറയുന്നത് 2022-2023 നടന്നിട്ടുള്ള കുറച്ച് പരീക്ഷകളുടെ സിലബസ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും സിലബസ് ഫോർ എക്സാമിനേഷൻ ഫോർ ദ പോസ്റ്റ് ഓഫ് അസിസ്റ്റന്റ് കാഷ്യർ, ഫീൽഡ് ഓഫീസർ, ജൂനിയർ അസിസ്റ്റന്റ്, LDC, ക്ലർക്ക് കാഷ്യർ, റാങ്ക് മാനേജർ എന്ന് വിളിക്കുന്ന കുറച്ച് പോസ്റ്റുകൾ 2022-2023 നടന്ന പരീക്ഷകളാണ്. ആ സിലബസ് നോക്കുകയാണെങ്കിൽ കോർപ്പറേഷൻ 70 മാർക്ക്, കമ്പ്യൂട്ടറിന് 10 മാർക്ക്, GK 10 മാർക്ക്, ഇംഗ്ലീഷ് 10 മാർക്ക്, അങ്ങനെ 100 മാർക്കിന്റെ ഒരു സിലബസ് ആണ് അവിടെ കണ്ടിട്ടുള്ളത്. ഈ പരീക്ഷകൾ ഏതൊക്കെയാന്നുള്ളതല്ലേ നിങ്ങൾക്ക് കേട്ട് പരിചയമുള്ള കേരാഫിഡ് എന്ന് പറയുന്നതിലേക്കുള്ള അസിസ്റ്റന്റ് കാഷ്യർ പരീക്ഷ, അസിസ്റ്റന്റ് ബാർ കാഷ്യർ പരീക്ഷ, LDC പരീക്ഷ, അങ്ങനെ കുറച്ച് പരീക്ഷകൾ. ഇതെല്ലാം എന്തുമായിട്ട് ബന്ധപ്പെട്ടതാ? കോപ്പറേറ്റീവ് സൊസൈറ്റിയുമായിട്ട് കോർപ്പറേഷൻ പഠിച്ചവർക്കുള്ള പരീക്ഷയാണ്. അതുകൊണ്ട് ഈ സെയിം സിലബസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. തന്നെയുമല്ല, കഴിഞ്ഞ കൊല്ലം നടന്ന JCI പരീക്ഷയ്ക്കും ഈ സെയിം സിലബസ് ആയിരുന്നു. അതുകൊണ്ട് ഈ സിലബസ് ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. CSEBയുമായിട്ട് ബന്ധപ്പെട്ട ഒരു സിലബസും കൂടിയാണ്. ഇംഗ്ലീഷും GKയും എല്ലാം ഉണ്ട്. ഡിഫറൻസ് ഉണ്ട്. കേരള PSCയുടെ സിലബസ് ആണ്. എന്നാലും ഇത് വരാനുള്ള സാധ്യത ഉണ്ടെന്ന് മനസ്സിലാക്കുക. അത് കൂടുതലാണെന്ന് മനസ്സിലാക്കുക. ഇനി അതല്ലെങ്കിൽ ഏത് സിലബസ് ആയേക്കാം? പിന്നെ ഒരു സാധ്യതയുള്ളത് എല്ലാവരും പറഞ്ഞു കേൾക്കുന്നത് കേരള ബാങ്കിന്റെ ക്ലർക്ക് കാഷ്യർ. ഇപ്പൊ അടുത്ത് കുറെ ലേറ്റസ്റ്റ് ആയിട്ട് അഡ്വൈസ് പോയ പരീക്ഷയാണ്. അവിടെ 50 മാർക്കിന് കോർപ്പറേഷൻ, 40 മാർക്കിന് ബാങ്കിങ്, 10 മാർക്കിന് IT ആൻഡ് സൈബർ ലോ, അങ്ങനെ ഒരു 100 മാർക്കിന്റെ സിലബസ് ആണ് ഉള്ളത്. ഈ രണ്ട് സിലബസിൽ ഏത് സിലബസ് വരാൻ സാധ്യതയുണ്ട്? നിങ്ങളിതൊന്നും ആലോചിക്കേണ്ട, ഇംഗ്ലീഷും GKയും കൂടെ പഠിക്കുക. അത് മാത്രമേ വ്യത്യാസം വരാനുള്ളൂ. ബാക്കി നിങ്ങൾ കോർപ്പറേഷൻ പഠിച്ചപ്പോൾ, BCom കോർപ്പറേഷൻ ആയാലും BSc കോർപ്പറേഷൻ ആയാലും HDC ആയാലും JDC ആയാലും പഠിച്ചപ്പോൾ ഉണ്ടായിരുന്ന സെയിം ടോപ്പിക് തന്നെ അവിടെ ഉള്ളത്. എക്സ്ട്രാ ആയിട്ട് വരുന്ന ഇംഗ്ലീഷും GKയും പാരലലി കുറച്ച് നോക്കി തുടങ്ങുക. ITക്കും പ്രാധാന്യമുണ്ട്. കാര്യം ഓരോ മാർക്കിനായിരിക്കും നിങ്ങൾ എന്ത് ചെയ്യുന്ന പോകുന്ന റാങ്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറാൻ പോകുന്ന, ജോലി ലഭിക്കാനും ലഭിക്കാതിരിക്കാനുള്ള സാധ്യത പോകുന്ന അങ്ങനെയാണ്. ഓക്കെ, കഴിഞ്ഞ വട്ടത്തെ അപ്പെക്സ് സൊസൈറ്റി നിങ്ങൾക്ക് കാണാൻ പറ്റും, ഒരുപാട് ഒഴിവുകൾ പോയതായിട്ട് കാണാൻ പറ്റും. പക്ഷെ അപ്പോഴും കുറെ NJD വന്നതുകൊണ്ടൊക്കെ തന്നെയാണ്. സോ സിലബസ് എല്ലാം ഓക്കെ ആണ്. നമ്മൾ CSEBക്ക് പഠിച്ചതും അല്ലെങ്കിൽ ഇനി പഠിക്കാനിരിക്കുന്നതും ഇനി അടുത്ത കൊല്ലം GCI വിളിക്കുമ്പോൾ അതിലൊക്കെ വരാനുള്ള സിലബസ് സെയിം തന്നെയാണെന്ന് മനസ്സിലായി കഴിഞ്ഞാൽ നമുക്ക് ഇന്ന് പഠിച്ചു തുടങ്ങിക്കൂടെ? അപ്പെക്സ് സൊസൈറ്റിയുടെ നോട്ടിഫിക്കേഷൻ ഇപ്പോൾ വന്നേ ഉള്ളൂ. കുറച്ച് സമയം എന്തായാലും പഠിക്കാൻ കിട്ടും. ഒരു 6 മാസത്തിലൊക്കെയാണ് PSC പരീക്ഷ നടത്താറ്, നോട്ടിഫിക്കേഷൻ വിളിച്ചു കഴിഞ്ഞാൽ. സോ അടുത്ത കൊല്ലം ആദ്യമൊക്കെ ആവുമായിരിക്കും പരീക്ഷയ്ക്ക്. എങ്ങനെ പോയാലും പഠിക്കാനുള്ള സമയം ഉണ്ട് എന്ന് മനസ്സിലാക്കുക. കുറച്ച് എക്സ്പേർട്സ് ഫാക്കൽറ്റീസ്, CSEBയുടെ CCയുടെ റിസൾട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. നമ്മൾ പഠിക്കുന്ന അധ്യാപകർ എല്ലാവരും തന്നെ ജോലിയിൽ പ്രവേശിച്ചവരാണ്. നിങ്ങൾ ചിക്കുമോൻ സാർ ആയാലും നിങ്ങളുടെ അഞ്ജലി മിസ് ആയാലും നമ്മുടെ എല്ലാ ഫാക്കൽറ്റീസും എക്സ്പേർട്ട് ലെവലിലുള്ള അഡ്വൈസ് നിങ്ങൾക്ക് തരാൻ പറ്റുന്ന ഫാക്കൽറ്റീസ് ആണ്. ഒരു എക്സ്ക്ലൂസീവ് മെന്ററിന്റെ കൂടെ റെക്കോർഡഡ് ക്ലാസ്, ലൈവ് ക്ലാസ്, അതുപോലെ തന്നെ എക്സാംസ് വെച്ച് പരീക്ഷയ്ക്ക് വേണ്ട രീതിയിൽ നോട്ട്സ് വെച്ച് പഠിക്കാൻ താല്പര്യമുണ്ടോ? CCയുടെ കൂടെ കൂടിക്കോളൂ. ഈ കാണുന്ന നമ്പറിൽ വിളിച്ചാൽ മതി. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ചോദിക്കാം. എല്ലാവർക്കും എന്റെ ബെസ്റ്റ് ഓഫ് ലക്ക്. താങ്ക് യു.